ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു എഗ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിനാവശ്യമായിട്ടുള്ളത് മുട്ട 5 എണ്ണം, മീഡിയം സൈസ് സവാള 2 എണ്ണം, 2 വലിയ പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം മിക്സിയിൽ നമ്മൾ ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുക. ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, മിക്സിയിൽ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പേസ്റ്റ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചല്ലെങ്കിൽ ക്രഷ് എടുത്താൽ മതി. നന്നായിട്ട് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. ഗ്രേവിക്കും റൈസിനും കൂടി ചേർത്ത് ഉപ്പ് ചേർക്കണം. ഞാനിത് കുക്കറിലാണ് റെഡിയാക്കുന്നത്. സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ, വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയിട്ട് വരുമ്പോൾ 2 മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം. വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി വരുമ്പോൾ ആവശ്യത്തിന് ഉള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. എരിവ് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇതെല്ലാം വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു 1.5 കപ്പ് അരി ഞാൻ കഴുകി 20 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട്. അത് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവിയിലോട്ട് അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. 1.5 കപ്പ് അരിക്കൊരു 3 കപ്പ് വെള്ളം. കുക്കറിൽ വേവിക്കുന്നുണ്ട്, ഞാൻ ഒരു എക്സ്ട്രാ 1 കപ്പും കൂടി ചേർത്തിട്ടുണ്ട്. തിളച്ച 4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കുതിർന്ന അരി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മൂടി വെച്ച് ആവിയെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ആദ്യം തന്നെ ചേർത്താൽ അത് പൊടിഞ്ഞു പോകും. റൈസ് എല്ലാം സെറ്റായി വരുമ്പോൾ നമുക്ക് പുഴുങ്ങിയ മുട്ട മീതെ വെച്ചിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി പതുക്കെ അടിയിൽ നിന്ന് സ്ലോവിലി ഇളക്കി കൊടുക്കാം. പൊടിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് കുറച്ച് സ്പൈസിയാണ്, നിങ്ങൾക്ക് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ സാലഡും പപ്പടവും അച്ചാറും കൂട്ടി അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.